ഞങ്ങളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് പുലിയന്നൂർ സെന്റ് തോമസ് യു പി സ്കൂൾ പുനഃസ്ഥാപന സമരസമിതി എന്ന സംഘടനയുടെ പേരിലാണ്. വേലൂർ ഫൊറോനയിൽപ്പെട്ട ഈ സ്കൂളിന്റെ പേരുമാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആമുഖമായിട്ട് സംസാരിക്കാനായിട്ട് ഈ സമരസമിതിയുടെ ചെയർമാൻ വേലൂർ ഫൊറോന പള്ളി വികാരി വെരി റവറൻ ഫാദർ ജേസൺ തെക്കുംപുറച്ചനെ ഞാൻ ആദരവോടെ ക്ഷണിക്കുന്നു. വേലൂർ പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട വേലൂർ ഫൊറോന പള്ളി അതിർത്തിയിൽപ്പെട്ട പുലിയന്നൂർ സെയിന്റ് തോമസ് സ്കൂൾ എന്ന നാമം ഇപ്പോൾ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ ക്രൈസ്തവ സമുദായത്തിന് പ്രത്യേകിച്ചും അവിടെ പഠിച്ച് പോയിട്ടുള്ള എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും വലിയ പ്രതിഷേധമുണ്ട്. അവരുടെ മനസ്സിൽ പതിഞ്ഞ ആ പേര് മാറ്റുന്നതിൽ 103 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രൈസ്തവ സമൂഹം അവിടെ രൂപപ്പെടുകയും ആ സമുദായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സ്കൂൾ ആരംഭിക്കുന്നത്. അന്ന് ഗവൺമെന്റിൽ നിന്നുള്ള ഒരു സഹായവുമില്ലാതെ തന്നെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി പണം പിരിച്ചെടുത്ത് ആ സ്കൂൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് ഭാവിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അത് സ്റ്റാഫ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുകയും പിന്നീട് ഗവൺമെന്റിനെ കൈമാറുകയൊക്കെ ചെയ്തപ്പോൾ സെയിന്റ് തോമസ് എന്ന പേര് എപ്പോഴും നിലനിർത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്തെങ്കിലും ഇപ്പോൾ ആ പേര് മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേരുടെ വികാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സംഭവത്തെ പറ്റി പ്രതിഷേധിക്കുകയാണ്. ആ പേര് പുനഃസ്ഥാപിക്കണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ഈ സമരസമിതി പേര് പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കൺവെൻഷൻ എന്ന നിലയ്ക്ക് ഈ വരുന്ന 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് കേച്ചേരി സെൻട്രൽ വെച്ച് നമ്മൾ പ്രതിഷേധ യോഗമൊക്കെ കൂടുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഇവിടുത്തെ ആവശ്യം ഗവൺമെന്റ് ആ പേര് സെയിന്റ് തോമസ് എന്ന പേര് പുനഃസ്ഥാപിച്ച് നൽകണം എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ നാസർ മാസ്റ്റർ സംസാരിക്കും. ആമുഖമായിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ പുലിയന്നൂർ കുറുവന്നൂർ എന്ന് പറയുന്ന 2 ഗ്രാമപ്രദേശങ്ങളാണ് കേച്ചേരിക്കടുത്ത്, കേച്ചേരി 6-7 കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ഈ 2 ഗ്രാമങ്ങൾ. അന്ന് അവിടെ പള്ളിയില്ല. അവിടുത്തെ ക്രൈസ്തവ സമൂഹം പള്ളിയിൽ പോയിരുന്നത് വേലൂർ പള്ളിയിലേക്കാണ്, മൈലുകൾക്കപ്പുറത്ത്. പക്ഷേ അവിടെ ഈ പുലിയന്നൂര് കുറുവന്നൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തെ കത്തോലിക്ക വിശ്വാസികൾ അവിടെ കുരിശുപള്ളി പണിത് അവരുടെ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തി പോരുകയായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയോടൊപ്പം തന്നെ അവർ കണ്ട പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അവിടുത്തെ മക്കളെ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 100-103 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയം ആരംഭിക്കാനിടയായ സാഹചര്യം സവർണ മേധാവിത്വം കൊടികുത്തി വാണിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സവർണർക്ക് മാത്രമേ സ്കൂളിൽ പോകാൻ പാടുള്ളൂ. പിന്നോക്കക്കാരൻ വേദം കേട്ടാൽ അവന്റെ ചെവിയിൽ ഇയം ഉരുക്കി ഒഴിക്കണം എന്നൊക്കെയുള്ള ധാരണകൾ പരത്തിയിരുന്നൊരു കാലഘട്ടത്തിൽ എല്ലാവർക്കും പഠിക്കാനായിട്ടൊരു സ്കൂൾ വേണമെന്നുള്ളതിലേക്ക് ആ പ്രദേശത്തെ ഏതാനും ക്രൈസ്തവ സഹോദരങ്ങൾ ഒത്തുചേർന്ന് ഈ സ്കൂൾ ആരംഭിക്കുകയാണ് 103 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ പ്രാർത്ഥനയും അതുപോലെ തന്നെ മറ്റു ആധ്യാത്മിക കാര്യങ്ങൾക്കപ്പുറം അക്ഷരം അറിവാണെന്നും അറിവിലൂടെ മാത്രമേ ഒരു നാടിന് മോചനമുള്ളൂ എന്നുള്ള ആ വലിയ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ആരംഭിച്ച ഈ സ്കൂള് ഇന്ന് വളരെയധികം വലുതായി. അന്ന് എലിമെന്ററി സ്കൂളായിരുന്നു. അന്നത്തെ കാലത്ത് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഇവരുടെ സ്വന്തം കാര്യം, അന്നൊക്കെ കർഷക കുടുംബങ്ങളാണ്. അത്യുദ്ധാനം ചെയ്ത് പാടത്തും പറമ്പിലും പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നൊരു വിഹിതം അധ്യാപകർക്ക്, കുടിപ്പള്ളിക്കൂടാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുത്തു വന്നിരുന്നത്. സ്കൂൾ പണിയാനായിട്ട് മണ്ണ് ചുമന്നിട്ടും പിടിയേരി പിരിച്ചിട്ടാണ് അവര് അന്ന് സ്കൂൾ ആരംഭിച്ചത്. സ്വാഭാവികമായിട്ടും സെന്റ് തോമസ് 10 കിലോമീറ്റർ അപ്പുറം പാലയൂര് സെന്റ് തോമസ് വന്നു എന്നൊരു വിശ്വാസമുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ബീജാമാവം ചെയ്ത ആ സെന്റ് തോമസിന്റെ പേര് തന്നെ കൊടുക്കണമെന്ന ആശയത്തിലായിരിക്കും അവരെ പേര് കൊടുത്തത്. പക്ഷേ പിന്നീട് വർഷങ്ങളേറെ കഴിഞ്ഞു. സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാഫ് ഏറ്റെടുത്തു.
ആ സ്റ്റാഫ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ ഗവൺമെന്റ് അവർക്കും മുന്നോട്ട് പോകാൻ, സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുള്ള ആയിരിക്കാം ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുക്കുന്നത്. ഈ ഇങ്ങനെ വിട്ടുകൊടുത്ത സ്കൂളിന്റെ പേര് സ്റ്റാഫ് മാനേജ്മെന്റ് ആണ് അന്ന് അതിന്റെ ഉടമസ്ഥാവകാശമുള്ളത്. അവിടെ വേറെ ചർച്ചയൊന്നും നടന്നില്ല. അവർ ആ സ്കൂള് ഗവൺമെന്റ് UP സ്കൂൾ എന്നാക്കി മാറ്റി. അന്ന് തന്നെ ഞങ്ങള് അതിരൂപതാ തലത്തിൽ തന്നെ അതിന്റെ റെപ്രസെന്റേഷൻ MLA കണ്ട് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷെ അതിനൊരു പ്രതികരണവും ഉണ്ടായില്ല. പിന്നീടാണ് പ്രതികരണം ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞങ്ങൾ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങിയത്. ഇതിന് കാരണം തൊട്ട് കിടക്കുന്ന RSRV ഹൈസ്കൂൾ വേലൂർ, ഹയർ സെക്കൻഡറി സ്കൂൾ വേലൂർ, ആ സ്കൂളിന്റെ പേര് ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്. കൊട്ടേക്കാടിനടുത്ത് കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വർഷങ്ങളായി ഒരു വ്യക്തിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പുലിയന്നൂർ സ്കൂൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് തന്നെ കിരാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പരശുറാം ലോവർ പ്രൈമറി സ്കൂൾ ഉണ്ടായിരുന്നു. ആ സ്കൂള് ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുത്തു. അത് പണം വാങ്ങിച്ചിട്ടാണ്. ഇവിടെ ഈ സ്കൂൾ വിട്ടുകൊടുത്ത് ഗവൺമെന്റിലേക്ക് ഒരു നയാ പൈസ പ്രതിഫലമില്ലാതെയാണ് സ്റ്റാഫ് മാനേജ്മെന്റ് സ്കൂൾ വിട്ടുകൊടുത്തത്. പരശുരാം സ്കൂള് ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് പണം വാങ്ങിച്ച് 75 ലക്ഷത്തോളം രൂപ പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് സ്കൂൾ വിട്ടുകൊടുത്തത്. എന്നിട്ട് പോലും ആ സ്കൂളിന്റെ പേര് ഒരു പരശുരാം സ്കൂൾ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുക. ഞങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർത്തൊരു അപ്പൻഡിക്സ് വെച്ചിട്ടുണ്ട്. ആ അപ്പൻഡിക്സില് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോഴും നിരവധി ഗവൺമെന്റ് സ്കൂളുകൾ ഈ സ്വകാര്യ അന്നത്തെ സ്കൂളുമായി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പഠിച്ചുപോയ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ അവർ ആ വ്യക്തികളെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സ്കൂളുകൾ പോകുന്നത്. തടസ്സം ഒന്നും പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ഏറ്റെടുത്തപ്പോൾ ഗവൺമെന്റ് സ്കൂളിന് ഗവൺമെന്റ് പേര് കൊടുത്തത് മാത്രം. പഞ്ചായത്ത്, വേലൂർ പഞ്ചായത്ത് ഇതിനു മുമ്പ് ഇടതുപക്ഷമാണ് ഭരിച്ചിരുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോഴും ആ പ്രമേയം ഏകകണ്ഠമായി പാസ്സാക്കിയ സ്കൂളിന്റെ പേര് ഗവൺമെന്റ് സ്കൂൾ സെന്റ് തോമസ് ആണ്. ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണത്തിൽ വന്നപ്പോൾ അത് വലതുപക്ഷമാണ്. 2 പഞ്ചായത്ത് ഭരണസമിതികളും ഈ സ്കൂളിന്റെ പേര് സെന്റ് തോമസ് എന്നാക്കണം, പുനർനാമകരണം ചെയ്യണമെന്ന് പറഞ്ഞ് പാസ്സാക്കി. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്, തദ്ദേശീയമായ ഗവൺമെന്റ്. എന്നിട്ട് പഞ്ചായത്തിന്റെ പോലും പ്രമേയം അവർ മുഖവിലിക്കെടുത്തിട്ടില്ല. ഞങ്ങളെ പ്രക്ഷോഭ സമര പരിപാടികൾ മൊയ്തീനാണ് ആരാ? തീർച്ചയായും അതിരൂപതാ തലത്തിൽ തന്നെ ഞങ്ങൾ റെപ്രസെന്റേഷൻ നടത്തിയതാണ്. വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് പറയാം, നിങ്ങൾ പറയുന്നതിൽ ഞാൻ എതിരായിട്ട് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ ഒരു പുതിയ സ്കൂള് കെട്ടിടം പണിതു, ഗവൺമെന്റ് കെട്ടിടം. ആ കെട്ടിടത്തിനെ ഗവൺമെന്റ് UP സ്കൂൾ എന്നാക്കി. ആ പേര് ഇതൊക്കെ മുൻകാലങ്ങളോട് ഇപ്പൊ പുതിയ നയം അനുസരിച്ച് ഗവൺമെന്റ് സ്കൂൾ എന്നുള്ള കൺസെപ്റ്റാണ് നിലവിൽ. അത് ഗവൺമെന്റ് നയം ഇപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിലാണ് മന്ത്രിസഭ പാസ്സാക്കിയത്. ഭാവിയിൽ ആ ഒരു കൺസെപ്റ്റിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഒരിക്കലുള്ളൊരു സംഭവം മനഃപൂർവ്വമാണെന്നൊന്നും വിചാരിക്കാൻ പറ്റുമോ? അല്ല, ഗവൺമെന്റ് പാസ്സാക്കിയത് തീരുമാനപ്പെടുത്തുണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. ബാങ്കിങ് തുടക്കം വെച്ചപ്പോ അങ്ങനെ ആയിരുന്നു. വരാൻ പോവല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിൽ വേറെ പ്രത്യേകമായ അജണ്ടയൊന്നുമില്ല. അവിടെ പഠിച്ചുപോയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികള്, അധ്യാപകര്, നാട്ടുകാർ, അവരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു പേരാണ് സെന്റ് തോമസ്. ആ പേര് നിലനിർത്തുന്നതിന് എന്താണ് വിരോധം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നടന്നത് 2021-ലാണ്. ഇപ്പൊ പുതിയ തീരുമാനം വരാൻ പോകുന്നത് പിന്നീടാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, സർക്കാർ കെട്ടിടം പണിതു എന്നുള്ളതിന്റെ പേരില് ആ സ്കൂളിന്റെ പേര് അങ്ങനെ തന്നെ ആയിക്കോണം എന്ന് പറയുന്നില്ല. ഏറ്റെടുക്കുന്നതും കെട്ടിടം പണിയുന്നതൊക്കെ ഒരേ സ്വഭാവത്തിലുള്ള കാര്യം തന്നെയാണ്. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പുതിയ കെട്ടിടം വരും. അതൊക്കെ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ ഉണ്ടാവുന്നതാണ്. പേര് വരുന്നതിൽ ആർക്കെന്ത് വിരോധം? ഇത് ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയിലെ മൈനോറിറ്റി കമ്മീഷൻ സിറ്റിംഗ് ഉണ്ടായിരുന്നു തൃശ്ശൂർ. മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാന്റെ മുന്നിൽ ഞങ്ങൾ ഇത് അവതരിപ്പിച്ചു. അവര് തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പേര് കൊടുക്കുന്നതിന് ഗവൺമെന്റിന് വിരോധം നിൽക്കേണ്ട കാര്യമില്ലല്ലോ, തീർച്ചയായിട്ടും ഞങ്ങൾ ന്യൂനപക്ഷ കമ്മീഷൻ അതിൽ ഇടപെടും എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതി ചേർത്ത് ഞങ്ങൾ അവരുടെയും കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം തീരുമാനം അനുകൂലമാകാനാണ് സാധ്യത. അതിന് ഗവൺമെന്റിന് വാശി പിടിക്കേണ്ട കാര്യമില്ല എന്ന് അവർ പറയും.
അപ്പൊ അങ്ങനെയുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ ആവശ്യം സർക്കാരിന്റെ മുന്നിൽ വെക്കുകയാണ്. ഞങ്ങൾ ഭീമ ഹർജി തയ്യാറാക്കുന്നുണ്ട്. വലിയൊരു ഒപ്പുശേഖരണം നടത്തുന്നുണ്ട്. ഒപ്പുശേഖരണം കത്തോലിക്കൽ മാത്രമല്ല, അവിടെ വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ, അവിടെ പഠിച്ചുപോയ കുട്ടികൾ മുഴുവൻ ജാതി മത ഭേദമന്യേ പിന്നോക്കക്കാരായിട്ടുള്ള എത്രയോ കുട്ടികൾ അവിടെ പഠിച്ചുപോയി. ഇതിന്റെ ജനറൽ ജോൺ കള്ളിയത്ത് മാഷുണ്ട്. മാഷ് എന്തെങ്കിലും പറയാനെങ്കിൽ എന്ന് പറഞ്ഞു. ഏതാ? അതന്നെ, ഇത്ര ആൾക്കാർ. അതായത് ഫാദർ ജെയ്സൺ തെക്കുംപുറം എന്ന് പറയുന്നത് വേലൂർ ഫൊറോന പള്ളി വികാരി അച്ഛനാണ്. CI പൗലോസ് മാസ്റ്റർ ഇതിന്റെ കൺവീനറാണ്. ജോൺ കള്ളിയത്ത് മാഷ്, PI ലാസർ മാസ്റ്റർ, ഞാൻ ജോൺ കള്ളിയത്ത് മാഷ്, ഇവിടെ ജോസ് ചെപ്പിശ്ശേരി കത്തോലിക്ക കോൺഫറൻസിന്റെ AKCCയുടെ പ്രസിഡന്റാണ്. കണക്കിന് വിശ്വാസികൾ എരനെല്ലൂർ പള്ളിയിൽ കേന്ദ്രീകരിക്കുകയും അവിടെ നിന്ന് പ്രകടനമായി ജാഥയായി കേച്ചേരി സെൻട്രൽ പ്രതിഷേധ യോഗം ചേരുകയും ചെയ്യുന്നതാണ്. ഗവൺമെന്റിന് ഈ നിവേദനം സമർപ്പിക്കാനും നേരിട്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഒന്നുകൂടി, നമ്മൾ MLA വഴിക്കായിരുന്നു, MLA വഴിക്കോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഈ നിവേദനം സമർപ്പിച്ച് അനുകൂലമായ നടപടി ഉണ്ടാകാനായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരും. ഓക്കെ, താങ്ക് യു.